9ാം ക്ലാസ്സിലെ അടുത്ത പാഠഭാഗമാണ് പക്ഷി ഓർ ദീമക്. ഇതൊരു കഥയാണ്. ഈ കഥ എഴുതിയത് ഗജാനൻ മാധവ് മുക്തിബോധാണ്. एकदा പക്ഷി വഹ നീലെ ആസ്മാൻ മേ ഖൂബ് ഊഞ്ചായി പർ ഉഡ്താ ജാ രഹാ താ. ഒരു പക്ഷി ഉണ്ടായിരുന്നു. അത് നീലാകാശത്ത് വളരെ ഉയരത്തിൽ പറന്നു പോകുകയായിരുന്നു. ഉസ്കെ സാത്ത് ഉസ്കെ പിതാ ഓർ മിത്ര ഭി ഥേ. അതിൻ്റെ കൂടെ അതിൻ്റെ അച്ഛനും കൂട്ടുകാരും ഉണ്ടായിരുന്നു. സബ് ബഹുത് ഊഞ്ചായി പർ ഉഡ്നെ വാലെ പക്ഷി ഥേ. എല്ലാവരും വളരെ ഉയരത്തിൽ പറക്കുന്ന പക്ഷികളായിരുന്നു. ഉൻകി നിഗാഹേം ഭി ബഡി തേസ് ഥി. അവയുടെ നോട്ടം വളരെ തീക്ഷണമായിരുന്നു. ഉൻഹേം ദൂർ ദൂർ കി ബനക് ഓർ ദൂർ ദൂർ കി മഹക് ഭി മിൽ ജാത്തി. അവയ്ക്ക് വളരെ അകലെയുള്ള ചെറിയ ശബ്ദവും ചെറിയ ഗന്ധവും കിട്ടിയിരുന്നു. एक दिन वह नौजवान पक्षी जमीन पर चलती हुई एक बैलगाड़ी को देख लेता है. ഒരു ദിവസം ആ ചെറുപ്പക്കാരൻ പക്ഷി, നവജവാൻ പക്ഷി എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരൻ പക്ഷി, നിലത്തുകൂടി പോകുന്ന ഒരു കാളവണ്ടി കണ്ടു. ഉസ്മേം ബഡേ ബഡേ ബോരെ ഭരെ ഹുയേ ഹേ. ഗാഡി വാല ചില്ലാ ചില്ലാ കർ കൽത്താ ഹേ. ദോ ദീമക് ലോ ഏക് പങ്ക് ദോ. അതിൽ വലിയ വലിയ ചാക്കുകൾ നിറച്ചിട്ടുണ്ടായിരുന്നു. വണ്ടിക്കാരൻ ഉറക്കി ഉറക്കി പറയുകയാണ്, 2 ചിതലുകൾ എടുക്കൂ, ഒരു തൂവൽ തരൂ. ഉസ് നവജവാൻ പക്ഷിക്കോ ദീമകും കാ ഷൗക്ക് താ. ആ ചെറുപ്പക്കാരൻ പക്ഷിക്ക് ചിതലുകളെ വലിയ ഇഷ്ടമായിരുന്നു. വൈസേ തോ ഊഞ്ചി ഉടനെ വാലെ പഞ്ചിയോं को हवा में ही बहुत से कीड़े तैरते हुए मिल जाते, जिन्हें गाकर वे अपनी भूख थोड़ी बहुत शांत कर लेते. ഉയരത്തിൽ പറക്കുന്ന പക്ഷികൾക്ക് വായുവിൽ പറക്കുന്ന അനേകം ചെറുപ്രാണികളെ കിട്ടുമായിരുന്നു. അവയെ തിന്ന് ആ പക്ഷികൾ സ്വന്തം വിശപ്പടക്കിയിരുന്നു. लेकिन दीमक हिम सिर्फ जमीन पर मिलती थी. कभी कभी पेड़ों पर जमीन से तने पर चढ़कर ऊंची डाल तक वे अपना मडियाला लंबा घर बना लेती. लेकिन ऐसे कुछ ही पेड़ होते और वे सब एक जगह न मिलते. लेकिन दीमകെ സിർഫ് സെമീൻ പർ മിൽത്തി തി. എന്നാൽ ചിതലുകളെ തറയിൽ മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ. कभी कभी पेड़ों पर जमीन से तने पर चढ़कर ऊंची डाल तक वे अपना मडियाला लंबा घर बना लेती. लेकिन ऐसे कुछ ही पेड़ होते और वे सब एक जगह न मिलते. ചിലപ്പോഴൊക്കെ മരങ്ങളിൽ തറയിൽ നിന്ന് താഴ്ത്തടിയിൽ കയറി ഉയർന്ന ചില്ല വരെ അവ തൻ്റെ മൺവീട് നിർമ്മിച്ചിരുന്നു. എന്നാൽ അങ്ങനെയുള്ള കുറച്ചു മരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അവയെല്ലാം കൂടി ഒരു സ്ഥലത്ത് കിട്ടുകയുമില്ലായിരുന്നു. नौजवान पक्षी को लगा यह बहुत बड़ी सुविधा है कि एक आदमी दीमकों को बोरे में भरकर बेच रहा है. नौजवान पक्षी को लगा. नौजवान പക്ഷിക്ക്, ചെറുപ്പക്കാരനായ പക്ഷിക്ക് തോന്നി, यह बहुत बड़ी सुविधा है कि ഇത് വളരെ സൗകര്യമുള്ളതാണ്. एक आदमी दीमकों को बोरों से भरकर बेच रहा है. ഒരു മനുഷ്യൻ ചിതലുകളെ ചാക്കുകളിൽ നിറച്ച് വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ഒരു മനുഷ്യൻ ചിതലുകളെ ചാക്കുകളിൽ നിറച്ച് വിറ്റുകൊണ്ടിരിക്കുന്നത് വളരെ സൗകര്യമായെന്ന് ചെറുപ്പക്കാരൻ പക്ഷിക്ക് തോന്നി. വഹ അപ്പനി ഊഞ്ചായോം ചോടുകർ मंडराता हुआ नीचे उतरता है और पेड़ की एक डाल पर बैठ जाता है. അത് തൻ്റെ ഉയരങ്ങൾ ഉപേക്ഷിച്ച് വട്ടമിട്ടു താഴേക്കിറങ്ങി ഒരു മരച്ചില്ലയിൽ വന്നിരുന്നു. दोनों का सौदा तय हो जाता है. अपनी चोंच से एक पर को गींच कर तोड़ने में उसे तकलीफ होता है, लेकिन उसे वह बर्दाश्त कर लेता है. मुंह में बड़े सोद के साथ 2 दीमक दबाकर वह पक्षी फुट से उड़ जाता है. രണ്ടുപേരുടെയും കച്ചവടം ഉറപ്പിക്കുന്നു. दोनों का सौदा तय हो जाता है. രണ്ടുപേരുടെയും കച്ചവടം ഉറപ്പിക്കുന്നു. अपनी चोंच से एक पर को गींच कर तोड़ने में उसे तकलीफ होता है. തൻ്റെ ചുണ്ടുകൊണ്ട് ഒരു തൂവൽ വലിച്ചു പൊട്ടിക്കുന്നതിൽ അതിന് ബുദ്ധിമുട്ടുണ്ടായെങ്കിലും ആ പക്ഷി അത് സഹിച്ചു. लेकिन उसे वह बर्दाश्त कर लेता है. പക്ഷേ അത് സഹിച്ചു. मुंह में बड़े सोद के साथ 2 दीमक दबाकर वह पक्षी फुट से उड़ जाता है. ആ പക്ഷി വായിൽ അത് വലിയ രുചിയോടെ 2 ചിതലിനെ അമർത്തിപ്പിടിച്ചുകൊണ്ട് അത് സന്തോഷത്തോടെ പറന്നുപോയി. अब उस पक्षी को गाड़ी वाले से 2 दीमकें खरीदने और एक पर देने में बड़ी आसानी
മാലൂം ഹുയി. ഇപ്പോൾ ആ പക്ഷിക്ക് വണ്ടിക്കാരനിൽ നിന്ന് 2 ചിതലുകൾ വാങ്ങുകയും ഒരു തൂവൽ കൊടുക്കുകയും ചെയ്യുന്നത് എളുപ്പമായി തോന്നി. वह रोज तीसरे पहर नीचे उतरता और गाड़ी वाला को एक पंख देकर 2 दीमक खरीद लेता. അത് എന്നും 3-ാം യാമത്തിൽ താഴേക്കിറങ്ങി വരികയും വണ്ടിക്കാരന് ഒരു തൂവൽ കൊടുത്തിട്ട് 2 ചിതലുകളെ വാങ്ങുകയും ചെയ്തു. कुछ दिनों तक ऐसा ही चलता रहा. एक दिन उसके पिता ने देख लिया. उसने समझाने की कोशिश की. बेटे, दीमक हमारे स्वाभाविक आहार नहीं है और उनके लिए अपने पंख तो हरगिज नहीं दिए जा सकते. കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ തന്നെ കടന്നുപോയി. ഒരു ദിവസം അതിൻ്റെ അച്ഛൻ ഇത് കണ്ടു. മകനെ, ചിതലുകൾ നമ്മുടെ സ്വാഭാവികമായ ആഹാരമല്ല. അതിനുവേണ്ടി സ്വന്തം ചിറക് ഒരിക്കലും കൊടുക്കാൻ കഴിയില്ല എന്ന് അച്ഛൻ മകനെ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു. लेकिन उस नौजवान पक्षी ने बड़े ही गर्व से अपना मुंह दूसरी ओर कर लिया. उसे जमीन पर उतरकर दीमकें खाने की चढ़ लग गई थी. अब उसे न तो दूसरे कीड़े अच्छे लगते, न फल, न अनाज के दाने. दीमकों का शौक अब उस पर हावी हो गया था. എന്നാൽ ആ ചെറുപ്പക്കാരൻ പക്ഷിവാലി അഹങ്കാരത്തോടെ തൻ്റെ മുഖം മറുവശത്തേക്ക് തിരിച്ചു. അതിന് നിലത്തിറങ്ങി ചിതലുകളെ തിന്നാൻ ധൃതിയായി കഴിഞ്ഞിരുന്നു. ഇപ്പോൾ അതിന് മറ്റു കീടങ്ങളോ പഴമോ ധാന്യമണികളോ നല്ലതായി തോന്നിയില്ല. ചിതലുകളോടുള്ള താല്പര്യം അവനിൽ ശക്തി പ്രാപിച്ചു കഴിഞ്ഞിരുന്നു. ലെക്കിൻ ഐസാ കിത്തനോം ദിനോം തക് ചൽത്ത. എന്നാൽ ഇങ്ങനെ ദിവസങ്ങളോളം നടന്നുകൊണ്ടിരുന്നു. ഉസ്കെ പങ്കോം കി സംഖ്യ ലഗാതാർ ഗഡ്തി ചലി ഗയി. അതിൻ്റെ തൂവലുകളുടെ എണ്ണവും നിരന്തരം കുറഞ്ഞുകൊണ്ടിരുന്നു. अब वह ऊंचाइयों पर अपना संतुलन साध नहीं सकता था. न बहुत समय तक पंख उसे सहारा दे सकते थे. ഇപ്പോൾ അതിന് ഉയരങ്ങളിൽ സ്വന്തം സന്തുലനം നിലനിർത്താൻ കഴിയാതെ വന്നു. ചിറകുകൾക്ക് അതിനെ കൂടുതൽ സമയം സഹായിക്കാൻ കഴിയുമായിരുന്നില്ല. आकाश यात्रा के दौरान उसे जल्दी जल्दी पहाड़ी चट्टानों, पेड़ों की चोटियों, गुंबदों और बुर्ज पर हाँफते हुए बैठ जाना पड़ता. ആകാശയാത്രക്കിടയിൽ അതിന് പർവ്വതങ്ങളിലെ പാറകളിലും മരത്തിലും ശിഖരങ്ങളിലും ഗോപുരങ്ങളിലും കിതച്ചുകൊണ്ട് ഇരിക്കേണ്ടി വന്നു. उसके परिवार वाले तथा मित्र ऊंचाइयों पर तैरते हुए आगे बढ़ जाते. അതിൻ്റെ കുടുംബാംഗങ്ങളും കൂട്ടുകാരും ഉയരങ്ങളിൽ നീന്തി മുന്നേറിക്കൊണ്ടിരുന്നു. वह बहुत पिछड़ जाता. അത് വളരെ പിന്നിലായി. फिर भी दीमक खाने का उसका शौक कम नहीं हुआ. എന്നിട്ടും ചിതലുകൾ തിന്നാനുള്ള അതിൻ്റെ താല്പര്യം ഒട്ടും കുറഞ്ഞില്ല. दीमकों के लिए गाड़ी वाले को वह अपने पंख तोड़ तोड़ कर देता रहा. ചിതലുകൾക്കു വേണ്ടി അത് തൂവലുകൾ പിഴുതു കൊടുത്തുകൊണ്ടേയിരുന്നു. फिर उसने सोचा कि आसमान में उड़ना ही फिजूल है. പിന്നെ അത് ചിന്തിച്ചു, ആകാശത്ത് പറക്കുന്നത് തന്നെ വെറുതെയാണ്. വഹ് മൂർഖോം കാ കാം ഹെ. അത് വിഡ്ഢികളുടെ ജോലിയാണ്. ഉസ്കി ഹാലത്ത് യഹ് ദി കി അബ് വഹ് ആസ്മാൻ മേ ഉഡ് ഹി നഹി സക്താ താ. ഇപ്പോൾ അത് ആകാശത്ത് പറക്കാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല. വഹ് സിർഫ് ഏക് പേഡ് സെ ഉഡ്കർ ദൂസരെ പേഡ് തക് പഹുഞ്ച് പാത്താ. അതിന് കേവലം ഒരു മരത്തിൽ നിന്ന് പറന്ന് മറ്റൊരു മരത്തിൽ വരെ എത്തിച്ചേരാനേ കഴിയുമായിരുന്നുള്ളൂ. ധീരെ ധീരെ ഉസ്കി യഹ് ശക്തി ബി കം ഹോത്തി ഗയി. പതുക്കെ പതുക്കെ അതിൻ്റെ ഈ ശക്തിയും കുറഞ്ഞു തുടങ്ങി. और एक समय वह आया जब वह बड़ी मुश्किल से पेड़ की एक डाल से लगी हुई दूसरी डाल पर चलकर फुदक कर पहुंचता. ഒരു സമയത്ത് അത് വളരെ പ്രയാസപ്പെട്ട് മരത്തിൻ്റെ ഒരു ചില്ലയിൽ തൂങ്ങി മറ്റേ ചില്ലയിൽ നടന്ന് ചാടി ചാടി ഇങ്ങനെയൊക്കെയാണ് എത്തിച്ചേർന്നിരുന്നത്. ലെക്കിൻ ദീമക് ഖാനെ കാ ഷൗക്ക് നഹി ചൂട്ടാ. എന്നിട്ടും ചിതലുകൾ തിന്നാനുള്ള ആഗ്രഹം അത് ഉപേക്ഷിച്ചില്ല. ബീച്ച് ബീച്ച് മേ ഗാഡി വാല ബുദ്ധാ ദേ ജാത്ത. ഇടയ്ക്കിടയ്ക്ക് വണ്ടിക്കാരൻ കബളിപ്പിക്കാൻ തുടങ്ങി. വഹ് കഹീം നസർ മേ ന ആത്ത. പക്ഷി ഉസ്കെ ഇന്തജാർ മേ ഗുൽത്താ രഹത്ത.
അയാളെ എവിടെയും കാണാനുണ്ടായിരുന്നില്ല. പക്ഷി അയാളെ കാത്തിരുന്ന് ക്ഷീണിച്ചു. लेकिन दीमकों का शौक जो उसे था, उसने सोचा मैं खुद दीमकों ढूंढूंगा. എന്നാലും ചിതലുകളോടുള്ള താൽപ്പര്യം അതിനുണ്ടായിരുന്നു. അത് ചിന്തിച്ചു, ഞാൻ സ്വയം ചിതലുകളെ അന്വേഷിക്കും. इसलिए वह पेड़ पर से उतरकर ज़मीन पर आ गया और घास के एक लहराते कुच्चे में सिमटकर बैठ गया. അതിനായി മരത്തിൽ നിന്നിറങ്ങി തറയിൽ വന്ന് പുൽപ്പടർപ്പിനിടയിൽ ചുരുണ്ടുകൂടിയിരുന്നു. फिर एक दिन उस पक्षी के जी में न मालूम क्या आया. പിന്നെ ഒരു ദിവസം ആ പക്ഷിയുടെ മനസ്സിൽ കടന്നു വന്നത് എന്താണെന്നറിയില്ല. वह खूब मेहनत से ज़मीन में से दीमकें चुन चुनकर गाने के बजाय उन्हें इकट्ठा करने लगा. അത് നന്നായി അധ്വാനിച്ച് തറയിൽ നിന്ന് ചിതലുകൾ പെറുക്കിയെടുത്ത് തിന്നുന്നതിനു പകരം അവ ശേഖരിച്ച് വെക്കാൻ തുടങ്ങി. अब उसके पास दीमकों की ढेर हो गए. ഇപ്പോൾ അതിൻ്റെ കയ്യിൽ ചിതലുകളുടെ ഒരു കൂമ്പാരം തന്നെയുണ്ട്. फिर एक दिन एकाएक वह गाड़ी वाला दिखाई दिया. പിന്നീട് ഒരു ദിവസം പെട്ടെന്ന് ആ വണ്ടിക്കാരൻ വന്നു. പക്ഷി को बड़ी खुशी हुई. उसने कहा, गाड़ी वाले ओ गाड़ी वाले, मैं कब से तुम्हारा इंतज़ार कर रहा था. പക്ഷിക്ക് വലിയ സന്തോഷമായി. വണ്ടിക്കാരാ, വണ്ടി, ഞാൻ എന്നെ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നു. പഹചാനി ആവാസ് സുൻകർ ഗാഡി വാല രുക് ഗയ. പരിചയമുള്ള ശബ്ദം കേട്ട് വണ്ടിക്കാരൻ നിന്നു. തബ് പക്ഷീനെ കഹാ, ദേഖോ മേനെ കിത്നി സാരി ദീമകേം ജമാ കർ ലി ഹേ. അപ്പോൾ പക്ഷി പറഞ്ഞു, നോക്കൂ, ഞാൻ എത്രത്തോളം ചിതലുകളെയാണ് ശേഖരിച്ചിരിക്കുന്നത്. ഗാഡി വാലോക്കോ പക്ഷി കി ബാത് സമജ് മേ നഹി ആയി. വണ്ടിക്കാരന് പക്ഷി പറഞ്ഞത് മനസ്സിലായില്ല. ഉസ്നെ സിർഫ് ഇത്നാ കഹാ, തോ മേം ക്യാ കരൂ. അയാൾ ഇത്ര മാത്രം പറഞ്ഞു, അതിന് ഞാനെന്തു ചെയ്യണം. യേ മേരി ദീമകേ ലേ ലോ ഓർ മേരെ പങ്ക് മുझे വാപസ് കർ ദോ. പക്ഷീനെ ജവാബ് ദിയ. പക്ഷി പറഞ്ഞു, എൻ്റെ ഈ ചിതലുകൾ എടുത്തോളൂ, പകരം എൻ്റെ തൂവലുകൾ എനിക്ക് തിരിച്ചു തരൂ. പക്ഷി മറുപടിയായി പറഞ്ഞു. ഗാഡി വാല ടട്ടാക്കർ ഹസ് പട. വണ്ടിക്കാരൻ ഉറക്കെ ചിരിച്ചുപോയി. ഉസ്നെ കഹാ, ബേവക്കൂഫ്, मैं दीमक के बदले पंख लेता हूँ, पंख के बदले दीमक नहीं. വിഡ്ഢി, ഞാൻ ചിതലിനു പകരം തൂവലുകൾ എടുക്കും, തൂവലിനു പകരം ചിതൽ എടുക്കില്ല. ഗാഡി വാലേനെ പങ്ക് ശബ്ദ പർ ബഹുത് ജോർ ദിയാ താ. വണ്ടിക്കാരൻ തൂവൽ എന്ന വാക്കിന് വളരെ ശക്തി നൽകിയിരുന്നു. പക്ഷി ചട്പടാക്കർ രഹ് ഗയ. പക്ഷി വ്യാകുലപ്പെട്ടു. അതായത് പക്ഷി ആകെ ദുഃഖിതനായി. एक दिन एक काली बिल्ली आई और अपने मुँह में उसे दबाकर चली गई. ഒരു ദിവസം ഒരു കറുത്ത പൂച്ച വന്ന് പക്ഷിയെ സ്വന്തം വായിൽ അമർത്തി നടന്നുപോയി. തബ് ഉസ് പക്ഷി കാ ഖൂൻ ടബക് ടബക് കർ ജമീൻ പർ ബൂന്തോं की ലക്കീർ ബനാ രഹാ താ. അപ്പോൾ ആ പക്ഷിയുടെ രക്തം തുള്ളി തുള്ളിയായി നിലത്ത് വര നിർമ്മിച്ചു കൊണ്ടിരുന്നു. കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഈ കഥയിൽ എന്താ പറയുന്നത്? ഇതിലെ കേന്ദ്ര കഥാപാത്രമാണ് യുവാവായ പക്ഷി. വളരെ ഉയരത്തിൽ പറക്കാൻ കഴിവുള്ള പക്ഷിയാണത്. എന്നാൽ പക്ഷി അലസ സ്വഭാവക്കാരനും ജോലി ചെയ്യാതെ ഇഷ്ടഭക്ഷണം കിട്ടാൻ ആഗ്രഹിക്കുന്നവനുമാണ്. അതുകൊണ്ട് തന്നെ വണ്ടിക്കാരിൽ നിന്നും 2 ചിതലിനെ വാങ്ങി പകരം സ്വന്തം തൂവൽ ഇറുത്തു കൊടുക്കുന്നത് അവന് വളരെ എളുപ്പമായി തോന്നി. സ്വന്തം ഭാവിയെക്കുറിച്ചോ നിലനിൽപ്പിനെക്കുറിച്ചോ അവന് യാതൊരു ചിന്തയുമില്ലായിരുന്നു. പിതാവിൻ്റെ വാക്കുകളെയും വകവച്ചില്ല. പക്ഷെ സ്വന്തം തെറ്റ് മനസ്സിലാക്കിയപ്പോഴേക്കും എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. എന്നിട്ടും നഷ്ടപ്പെട്ട അസ്തിത്വം തിരിച്ചുപിടിക്കാൻ പക്ഷി ശ്രമം നടത്തുന്നുണ്ട്. അവിടെയും ചതിക്കപ്പെടുകയാണുണ്ടായത്. വഞ്ചന മനസ്സിലാക്കിയപ്പോൾ നിരാശനാകുകയും ചെയ്തു. ഈ പക്ഷി വീണ്ടും വിചാരമില്ലാതെ പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോകുന്ന യുവത്വത്തിൻ്റെ പ്രതിനിധിയാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.